കേരളത്തിലെ ദുരന്തം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. ഇടുക്കിയിലെ ലാൻഡ് സ്ലൈഡ് 43 പേര് മരണപ്പെട്ടു. അതോടൊപ്പം കാലിക്കറ്റ് എയർപോർട്ടിലെ പ്ലെയിൻ ക്രാഷിൽ ഏകദേശം 17 പേര് മരണപ്പെട്ടു. അതിൻ്റെ ഫോട്ടോസെല്ലാം എനിക്ക് കിട്ടിയത്. എനിക്ക് വാട്സപ്പിൽ ഓരോ ന്യൂസുകൾ, നാട്ടിലെ ന്യൂസുകൾ ഞാൻ ഓൺലൈൻ ചാനലുകൾ, മനോരമ ഇങ്ങനെയുള്ള ചാനലുകളിൽ ഇടയ്ക്കിടയ്ക്ക് റീഡ് ചെയ്യാറുണ്ട്. നാട്ടിലെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പം മരണപ്പെട്ട എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാത്രമല്ല ഇവിടെയുള്ള എല്ലാ മലയാളികളും, നമ്മളിപ്പോൾ ചർച്ചാ വിഷയം കേരളത്തിലെ ഈ ദുരന്തം കാര്യങ്ങളെല്ലാം. അപ്പം നമ്മളെല്ലാവരുടെയും ആദരാഞ്ജലികൾ. നമ്മളെല്ലാവരും അതിനുവേണ്ടി നല്ലൊരു കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇപ്പം മഴ കൂടുതലാണ്, പല അറിഞ്ഞു വെള്ളം കയറി വരുന്നുണ്ടെന്നുള്ള അറിഞ്ഞു. പ്രളയത്തെക്കുറിച്ച് തൊട്ട് നമ്മളെല്ലാവരെയും കേരളത്തിലെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നും കൂടി ഞാനും എൻ്റെ കുടുംബവും ഇവിടെയുള്ള എല്ലാ മലയാളികളും പ്രാർത്ഥിക്കും. നിങ്ങളും കൂടെ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ നല്ല കേരളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മരണപ്പെട്ട വീടുകൾ എല്ലാവർക്കും സമാധാനം കിട്ടട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദിസ് ഈസ് സുനീൽ കാൻഡി ഫ്രം മൊറോക്കോ അഗെയിൻ. അപ്പോൾ നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട്, കേരളത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ മാതിരി കേരളത്തിൻ്റെ ഒരു നല്ലൊരു ഫ്യൂച്ചറിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ ഈ 2020 കഴിഞ്ഞ് വന്നത്. ഇനി നമുക്കതിന് വേണ്ടിയിട്ട് നല്ലൊരു കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തിലെ ഷോ ഐ ഗോട്ട് മാരീഡ് അഗെയിൻ. നല്ല മെസ്സേജുകൾ വന്ന് പല ആൾ ചിരിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ കുട്ടികളുടെ പ്രോഗ്രാംസിൽ പല ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തു, മലയാളം എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരുപാട് ലിങ്ക്സ് എനിക്ക് വിട്ടു തന്നു. താങ്ക് യു വെരി മച്ച് എവരി വൺ. അതുപോലെ എൻ്റെ മാരേജ് ഡ്രസ്സിൻ്റെ ആ ഷോവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വന്നത്, എനിക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ട്. ആ ഇമെയിൽ ഞാൻ വായിക്കാം. അതിൻ്റെ ഒരു മറുപടി ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ഇമെയിൽ വൺ മിസ്റ്റർ നിസാർ. അപ്പോൾ നിസാറിൻ്റെ ഇമെയിൽ ഞാൻ വായിക്കാം. നിസാറിൻ്റെ ഷാർജയിൽ നിന്നാണ് ഇമെയിൽ വിട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേര് നിസാർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിസാർ. അപ്പോൾ മെസ്സേജ് ഇങ്ങനെയാണ്: ഞാൻ ഷാർജയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയ ആളാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞ 30% സേവിങ്സ് പ്ലാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനൊരു 3000 UAE ദിർഹം സാലറി വാങ്ങുന്ന ആളാണ്. എനിക്ക് എങ്ങനെ 30% സേവിങ്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരാമോ? അതിന് കൂടെ ചിലവുകളും കൂടി ഇതിലിട്ടിട്ടുണ്ട്. 500 ദിർഹംസ് റൂം റെൻറ്റ്, 600 ദിർഹംസോളം ഫുഡ്, 200 ദിർഹംസ് ടെലിഫോൺ റീചാർജ്, അതോടൊപ്പം 300 ദിർഹംസ് ട്രാൻസ്പോർട്ട്, 1500 ഞാൻ നാട്ടിലേക്ക് 1500 ദിർഹംസോളം അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം 3100 ദിർഹംസാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 100 ദിർഹംസ് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നാട്ടിലേക്കും. എൻ്റെ നിസാറ്, അപ്പോൾ ഇതാണ് സ്ഥിതി. നിങ്ങൾ എനിക്കൊരു ഐഡിയ പറഞ്ഞു തരും എനിക്ക് റെസ്പോണ്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നിസാർ വിട്ട ഇമെയിൽ. അപ്പോൾ നിസാറിനോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, അൽഹംദുലില്ലാ, 3000 രൂപ നിങ്ങൾക്ക് പ്രൈസ് ടു ബി ലോട്ട്. 3000 രൂപ എനിക്ക് ശമ്പളം കിട്ടുന്നുള്ളതിൽ അൽഹംദുലില്ലാ. 3000 രൂപ നല്ലൊരു ശമ്പളമാണ്. അതായത് നാട്ടിലൊരു 60,000 റുപ്പീസ് ശമ്പളമുള്ള ഒരാളാണ്. ഓക്കെ. അപ്പോൾ ചില ആൾക്ക് ഇതൊന്നും വലിയ ശമ്പളമായിട്ട് തോന്നില്ല. ബട്ട് നിങ്ങൾ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇന്നലെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസയും ഇല്ലാത്ത സമയത്ത്, അതായത് ഒരു വരുമാനം ഇല്ലാന്നാണ് നമ്മളെല്ലാവരും പ്രവാസികൾ ഗൾഫ് പോയി. ഞാനും 5 മാസം പൈസ ഒന്നും വരുമാനം ഇല്ലാത്ത, പഠിച്ചു കഴിഞ്ഞിട്ട് വന്ന് വരുമാനം ഇല്ലാണ്ടാണ് നമ്മൾ ഗൾഫിലുള്ളത്. ഞാൻ 5 മാസം പണി സെർച്ച് ചെയ്തിട്ടാണ് എനിക്കൊരു പണിയും കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ആ സമയം മുതലേ ഞാൻ പറഞ്ഞ പോലെ 30% മാറ്റി വെച്ചു. അതാണ് എൻ്റെ പ്ലാൻ. എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ വന്നു. അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് ഒരു വരുമാനം ഇല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ വന്ന് ഗൾഫിൽ വന്നിട്ട് 60,000 റുപ്പീസ് നിങ്ങൾക്ക് ശമ്പളം കിട്ടി. എന്നിട്ട് നിങ്ങൾ വരുന്ന ഏകദേശം 3100, മേ ബി 65,000 റുപ്പീസ് നിനക്ക് ചിലവെന്ന് പറയുമ്പോൾ, അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ റിയൽ തിങ്. അതായത് പിന്നെ ഇന്നലകളിൽ ഒന്നും ഇല്ലാണ്ട് ഒരു ദിവസം 60,000 ശമ്പളം കിട്ടിയിട്ട് നിങ്ങൾക്ക് 65,000 ചിലവ്. അതൊരു 3000ൻ്റെ കണക്കല്ല വരുന്നത്. ചിലപ്പം 5,000 ദിർഹംസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പം 10,000 ദിർഹംസ്, 50,000.
അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വരവിന് കണക്കായിട്ട് ചിലവ്. അതായത് എൻ്റെ ഇപ്പോൾ നമ്മൾ നിസാറിൻ്റെ കാര്യം പറയുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ പ്രശ്നം എങ്ങനെ എനിക്ക് ആ 30% സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ഇതിൽ എൻ്റെ മനസ്സിൽ വന്ന കാര്യം ഞാൻ പറയാം. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ പ്രോബ്ലം. കാരണം നിങ്ങൾക്ക് ശമ്പളം 3000 കിട്ടുന്നു, അതാണ് നിൻ്റെ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റിയിരിക്കണം. നിങ്ങളൊരിക്കലും ഈ ശമ്പളം ഒരു മൈൻഡ് സെറ്റിൽ വെക്കാൻ പറ്റില്ല. നിങ്ങളെ ചിലവ് എവിടെ കൊടുക്കുന്നു അവരുടെ മൈൻഡ് സെറ്റ് ചെയ്യലാണ് നിങ്ങളുടെ വിജയം. അതായത് നിങ്ങളിപ്പോൾ നാട്ടിലേക്ക് നിങ്ങൾ ഉമ്മാക്കായാലോ, നിങ്ങൾക്ക് പെങ്ങക്കായാലോ, നിങ്ങളുടെ ഭാര്യക്കായാലോ, നിങ്ങളുടെ ഉപ്പാക്കായാലോ ആർക്ക് ശമ്പളം അയക്കും അവരുടെ മൈൻഡ് എങ്ങനെ സെറ്റ് ചെയ്യുന്നു, അവിടെയാണ് നിൻ്റെ വിജയം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 1500 ദിർഹംസ് നാട്ടിലേക്ക്, ഏകദേശം എൻ്റെ ഇപ്പോഴത്തെ 30,000 റുപ്പീസോളാണ്. ആ 30,000 റുപ്പീസ് എന്നുള്ള നിങ്ങൾ അവരെ മൈൻഡിൽ സെറ്റ് ചെയ്തു. നിങ്ങൾക്കത് മാറ്റാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് അടുത്ത മാസം മുതൽ നിങ്ങൾ 18,000 റുപ്പീസ് നാട്ടിലയക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിലാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ പറയും, നാട്ടിലാൾ പറയും, ഒബിയസ്ലി അവരെന്താ പറയുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 18,000 കൊണ്ട് ഒന്നും ആകുന്നില്ല, എന്നാൽ എനിക്ക് അവിടുത്തെ കടം തീർക്കാണ്ട് ഇവിടുത്തെ കാര്യം തീർക്കാണ്ട് എന്നെല്ലാം പറയും. ഡസൻ മാറ്റർ, യു ഹാവ് ടു സെറ്റ് ദെയർ മൈൻഡ്. അപ്പോൾ അവരുടെ മൈൻഡ് നീ സെറ്റ് ചെയ്യണം. അപ്പോൾ നാട്ടിലുള്ള ആൾക്ക് എൻ്റെ ഒരു അഡ്വൈസ്, ഒന്നും വിചാരിക്കരുത്. കാരണം ഈ പ്ലാൻസ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ ഒരു സേവിങ്സ് പ്ലാൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 18,000 നിങ്ങൾക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ പ്രയത്നിക്കണം. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ മകനായാലോ, നിങ്ങളുടെ ഭർത്താവായാലോ, നിങ്ങളുടെ ബ്രദർ ആരും നിങ്ങൾക്ക് ഫണ്ട് അയച്ചു തരുമ്പോൾ, നാട്ടിലുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അയച്ചു തരുന്ന ആൾക്കാർ 18,000 നിങ്ങൾ ഒന്ന് കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ അടുത്ത മാസം നിങ്ങളെ മകനായാലോ ബ്രദറായാലോ നിങ്ങളുടെ ഭർത്താവായാലോ അവരുടെ പണി ഒന്ന് പോയി എന്ന് വിചാരിച്ചു, അവരുടെ ജോബ് അവർക്ക് ലോസായി, പണി നഷ്ടപ്പെട്ടു, എന്ത് ചെയ്യും? ഈ 30,000 18,000 അയച്ചു തരുന്ന ആൾ നെക്സ്റ്റ് മന്ത് പണി പോയി എന്ന് വിചാരിക്കുക, എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ 18,000 ഉണ്ടാവില്ല, നിങ്ങൾക്ക് 0 വരാൻ. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ എന്നാലും നാട്ടിലെ ആൾക്കാരായാലും ഗൾഫിലെ ആൾക്കാരും അവർ ആ മാസം റൺ ചെയ്യും, നിങ്ങളും റൺ ചെയ്യും, നാട്ടിലുള്ള റൺ ചെയ്യും, ഇവിടെയുള്ള റൺ ചെയ്യും. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത പണി വരും, അങ്ങനെ ആക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 18,000 നിങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ 18,000 നിങ്ങൾ 30,000 കിട്ടുന്ന ആൾക്ക് 18,000 15,000 കിട്ടിയാൽ നിങ്ങൾ പറയണം അൽഹംദുലില്ലാ, പ്രൈസ് ടു ബി ലോർഡ്. നിങ്ങൾ പറഞ്ഞിരിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതും ഒരു വരുമാനമാണ്. നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോയിട്ട്, കാരണം നിങ്ങൾ ഞാൻ പറയുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ 30% മാറ്റി വെക്കുന്നത് അടിച്ചു പൊളിക്കാനുള്ള പൈസ അല്ല. ആ മാറ്റി വെക്കുന്നത് നിങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇയാളുടെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയായിരിക്കും. ഇതിന് മാറ്റി വെക്കുന്ന പൈസയാണ് ആ 30%. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടിലാളെ. ലവ് യു എവ്രി വൺ. അപ്പോൾ പ്രവാസികളെ കാര്യം പറയുമ്പം പണ്ടേ ഞാൻ കേൾക്കാറുണ്ട്, പിന്നെ പ്രവാസികൾ അത്രയും ബുദ്ധിമുട്ടിയിട്ട് വെയിലിൽ പണിയെടുത്ത് നാട്ടിലുള്ള ആൾക്ക് പൈസ അയക്കുന്നു, നമ്മളെ ജീവിതം കംപ്ലീറ്റ് ഇവിടെ ഇത് കഷ്ടപ്പെട്ടിട്ട് നാട്ടുകാരെ നോക്കുന്നു, വീട്ടുകാരെ നോക്കുന്നു. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ദർ ഇസ് നോ സെൻറ്റിമെൻറ്റ്സ് ഇൻ യുവർ ലൈഫ്. ദ പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അവിടെ അത് തെറ്റാണ്. അത് മാത്രമല്ല, അത് പറയുമ്പോൾ, കാരണം ഞാനിപ്പോൾ നിസാറിനോട് ഒരു കാര്യം ചോദിക്കാം. നിസാറിനോട് ഇപ്പം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ചിലപ്പം പറയും എനിക്കെൻ്റെ ഉമ്മാനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉപ്പാനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ മകളെയാണ് ഇഷ്ടം, മകനെയാണ് ഇഷ്ടം എന്നൊക്കെ പറയും. ഞാനാണെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഒരാളെയല്ല എനിക്കിഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലുള്ള ഒരാളുമല്ല, എനിക്കിഷ്ടപ്പെട്ടത് എന്നെയാണ്. അവിടെയാണ് നിൻ്റെ വിജയം നിസാർ. നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നിസാറിനെ ഇഷ്ടപ്പെടണം, എന്നിട്ടാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ പറ്റും. നിസാറിൻ്റെ ജീവിതം ആദ്യം കൊണ്ടുവന്നിട്ടാണ് മറ്റുള്ളവരിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. നിസാർ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു കൊല്ലം എടുത്ത് നിങ്ങൾ പെരുന്നാൾക്കാർക്ക് ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരുന്നു. പ്രവാസികൾ അധികം അങ്ങനെ, എനിക്കറിയുന്ന ഫ്രണ്ട്സ്, അവർ പെരുന്നാൾക്ക് മാത്രമേ ഡ്രസ്സ് എടുക്കുള്ളൂ. നിങ്ങൾ 2 മാസം കൂടുമ്പോൾ 1 മാസം നിങ്ങൾക്കുള്ള ഡ്രസ്സ് നിങ്ങൾ എടുത്തിരിക്കണം. നല്ല പുറത്തുള്ള ഡ്രസ്സ് മാത്രമല്ല, നിങ്ങളെ അണ്ടർ ഗാർമെൻറ്റ്സ് വരെ, അതായത് നല്ലൊരു സോക്സ്, നല്ലൊരു അണ്ടർവെയർ നിങ്ങൾ വാങ്ങിയിരിക്കണം. 2 മാസം കൂടുമ്പോൾ നിങ്ങൾ 1 or 2 മാസം കൊണ്ട് വാങ്ങിയിരിക്കണം. നിങ്ങളതിന് ചിലവ് ആഴ്ചയിൽ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾ കഴിക്കണം.
എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, കാരണം ഈ ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പുറത്തുള്ള ഡ്രസ്സ് മാതിരിയായിരിക്കും നമ്മൾ പുറമേ കാണിക്കുന്നത്. അതേമാതിരി എൻ്റെ കാഴ്ചപ്പാടിൽ ഉള്ളിലുള്ള ഡ്രസ്സ് എങ്ങനെയായിരിക്കണം, അത്രയും ശുദ്ധിയായിരിക്കണം നമ്മൾ ഉള്ളിലുള്ള മനസ്സും. അപ്പോൾ ഉള്ളിലുള്ള അണ്ടർഗാർമെൻറ്റ് സോക്സുകൾ നല്ലത് ഉപയോഗിക്കുക, പുറത്തുള്ളത് നല്ല ഡ്രസ്സുകൾ ഉപയോഗിക്കുക. അതാണ് ഉള്ളിലും പുറത്തും എല്ലാം നല്ല നല്ല മനസ്സിന് പുറത്തും ഉള്ളിലെല്ലാം എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതിലൂടെയാണ് നമ്മളെ മനുഷ്യ ഒരാൾ മനസ്സിലാക്കാൻ പറ്റുന്നതും. അതോടൊപ്പം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല ഭക്ഷണം കഴിക്കുന്ന, അപ്പോൾ പല ആൾക്കാരും പറയും നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാങ്ങിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിലവഴിക്കുന്നത്. നിങ്ങൾ ചിലവഴിക്കണം, എന്നിട്ട് നിങ്ങൾ ആ പറയുന്ന ആൾക്കാർ, നാട്ടിലെ ആൾക്കാരായാലും ശരി, ഗൾഫിലെ നിങ്ങളെ ഫ്രണ്ട്സ് ആയാലും കാര്യം, നിങ്ങൾ എന്ത് പറയണമെന്നറിയോ, അതിന് ഉത്തരം എന്താ കൊടുക്കണമെന്നറിയോ, പ്രവാസിടാന്ന് പറയണോ, പ്രവാസിടാന്ന് പറയണം. അങ്ങനെയാണ് പ്രവാസി. അല്ലാണ്ട് നമ്മൾ സെൻറ്റിമെൻറ്റ്സ് നാട്ടിലറിയിക്കുകയോ സെൻറ്റിമെൻറ്റ്സിനെ പറ്റി നമ്മൾ ഇതിലിടുകയോ അതല്ല ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ സേവിങ്സ്, ഞാൻ പറഞ്ഞ സേവിങ്സിൽ 30% സേവിങ്സ് നിങ്ങൾ ചിലപ്പം നിങ്ങളെ വീടിനോ നിങ്ങളെ കല്യാണത്തിനോ ഉപയോഗിക്കും. പക്ഷേ ആ സേവിങ്സ് നിങ്ങൾ എല്ലാ കാര്യത്തിനും, കാരണം നിങ്ങളെ മനസ്സിന് തന്നെ ഒരു സ്ട്രോങ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഒരു 10 മാസം പണിയെടുക്കുന്ന ഒരു, ഫോർ എക്സാമ്പിൾ ഇയാളെ ഈ നിസാർ ബായി 10 മാസം പണിയെടുത്തിട്ട് മൂപ്പർ സേവ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരു 9,000 ദിറംസ് മൂപ്പർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 9,000 ദിറംസ് കയ്യിലുണ്ടെങ്കിൽ മൂപ്പർക്ക് എല്ലാ കാര്യത്തിലും ഒരു തൃപ്തി ഉണ്ടാവും. നമ്മളെ ബാക്കപ്പ് അക്കൗണ്ട്സ്, ബാക്കപ്പ് മണി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ഡെസിഷൻ എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും. എല്ലാ കാര്യത്തിലും നമ്മൾ ആരും മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ സേവിങ്സ് വെറും നമ്മളെ നാട്ടിലെ ചിലവിന് വേണ്ടിയില്ല, നമ്മളൊരു സമാധാനത്തിന് അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. അത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഇത് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇനിയുള്ള നമ്മളെ ചെറുപ്പക്കാർ നാട്ടിൽ പല ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോളേജ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നാൽ ഗൾഫിലേക്ക് വരുന്നു. ആ കോളേജ് ഇറങ്ങി വരുന്നവനിക്ക് ഓൻ്റെ കൈമിൽ ഒരു വരുമാനം ഇല്ല. എന്നിട്ട് നാളെ വന്നിട്ട് ഗൾഫിൽ വേണ്ടി 1 ലക്ഷം ചിലവ്, 1 ലക്ഷം സാലറി കിട്ടുന്നു. ആ 1 ലക്ഷത്തിന് ഓൻ്റെ ചിലവ് ആ വരവിനായിട്ട് ഓൻ കണക്ക് സെറ്റ് ചെയ്ത് വെക്കും. അവിടെ ഓൻ തോറ്റു. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 1 ലക്ഷം, ഒരാൾ വന്നിട്ട് 1 ലക്ഷം റുപ്പീസ്, നാട്ടിൽ 1 ലക്ഷം റുപ്പീസ് ഗൾഫിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെ മൈൻഡ് സെറ്റ് ചെയ്തു. എങ്ങനെ? 70,000 റുപ്പീസാണ് നിങ്ങളുടെ ശമ്പളം. 30,000 2 അക്കൗണ്ട് കൊടുക്കണം. അവിടെ പോയി ഗൾഫിൽ പോയി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയാം. എൻ്റെ അഡ്വൈസാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങളെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. കമ്പനിയിൽ നിന്ന് ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യണം. നിങ്ങൾക്ക് 2 അക്കൗണ്ട് തുടങ്ങാം. ഒരു അക്കൗണ്ട് നിങ്ങളെ പേഴ്സണൽ അക്കൗണ്ട്, അതായത് നിങ്ങളെ കമ്പനിയിൽ നിന്ന് പണി വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ, നിങ്ങളെ സാലറി വന്നാൽ നിങ്ങൾ കാർ ലോണായാലും വീട് ലോണായാലും പോകുന്നില്ലേ, അതേമാതിരി 30% ആ പുതിയ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് ഫസ്റ്റ് മാസം മുതൽ. ഇത് ഇപ്പം വരാൻ പോകുന്ന ആൾക്കാരോട് പറഞ്ഞു, അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ അവിടെയാണ്. എന്തിനാണ് നമ്മൾ ഗൾഫിൽ വന്നിട്ട് ഇത്രയും മെനക്കെട്ടിട്ട് നമ്മളെല്ലാ പൈസ നാട്ടിലയച്ച് അവിടെ ചിലവഴിച്ചിട്ട് ഗൾഫിൽ നാട്ടിലേക്ക് 1 മാസം ലീവിനോ കടം വാങ്ങിയിട്ട് പോകുന്ന ആൾക്കാർ എന്തിന്? നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. നമുക്ക് മിനിമം ഇപ്പോൾ പറയുന്നത് 3,000 രൂപ മിനിമം സാലറി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മിനിമം 3,000, 2,500, 3,000 ദിറംസ് മിനിമം സാലറിയാണ് ഗൾഫിൽ. 60,000 രൂപ, 60,000 രൂപ ചെറിയ പൈസ അല്ല നാട്ടിൽ. 60,000 രൂപേൻ്റെ കാര്യം, 3,000-ൻ്റെ കാര്യം. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 4,000, 4,500, 5,000, 6,000, 7,000 കിട്ടുന്ന ആൾക്കാരുണ്ടാവും. സോ പ്ലീസ് പ്ലാൻ നൗ. ഇന്ന് മുതൽ ടുമോറോ നെവർ കംസ്. നിങ്ങൾ ഇന്ന് മുതൽ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് 30% സേവിങ് സ്റ്റാർട്ട് ഫ്രം നൗ. നാളത്തേക്ക് വെക്കട്ടെ. എന്നിട്ട് ആരും എന്ത് ചോദിച്ചാലും പ്രവാസിടാ അങ്ങനെ നിങ്ങൾ പറയണം. അവിടെയാണ് നിങ്ങളുടെ വിജയം. നിങ്ങളെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്യലില്ല, നിങ്ങൾ മറ്റുള്ളവരെ മൈൻഡ് സെറ്റ് ചെയ്യുക. അവിടെയാണ് നിങ്ങൾ വിജയം. എന്നിട്ട് പറയുക പ്രവാസിടാണ്. ഐ ലവ് യു ഗൈസ്. നിസാർ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നിങ്ങളെ ചിലവുകൾ, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങളെ ആദ്യം ഇഷ്ടപ്പെടുക. എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഐ തിങ്ക് യു വിൽ ഡു ഇറ്റ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിസാറെ 3,000 നോക്കണം. നിങ്ങളിങ്ങനെ മാറ്റി വെച്ചോ, നിങ്ങൾക്ക് ശമ്പളം കൂടി വരും. നിങ്ങൾക്ക് ഒരു പണിയെടുക്കാനും നിങ്ങളെ സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഇല്ലേ, നിങ്ങൾക്കൊരു മാറ്റിവെക്കുക സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ആരോഗ്യത്തിന് ഒരു പണങ്ങൾ, ശമ്പളങ്ങൾ, നിങ്ങൾ ഗൾഫുകാർക്ക് പെട്ടെന്ന് രോഗങ്ങളും ഇതെല്ലാം വരാൻ കാരണം തന്നെ നമ്മളെ മനസ്സെപ്പോൾ മുരടിക്കുന്നതുകൊണ്ടാണ്. എന്താണ് മനസ്സ് മുരടിക്കുന്നത് എന്താണെന്നറിയോ? പൈസ. അവിടെയാണ് പ്രശ്നം. ആ സേവിങ്സ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാം. നമുക്ക് എപ്പോൾ എന്തൊരു സമാധാനം ഉണ്ടെങ്കിൽ, എപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം മനസ്സിനുള്ളിൽ ഉണ്ടാകും. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെ എല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഗൾഫിൽ എന്തിനാണ് ഗൾഫിൽ ഇത്രയും മെനക്കെട്ട് ജോബ് ചെയ്യുന്ന അതിനൊരു ഉത്തരം വേണ്ടേ? ഇതാണ് ഉത്തരം. നമ്മൾ പോയിട്ട് എന്തിന് ഗൾഫിന് പോയി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് ആ മാറ്റിവെക്കൽ സംഭവം. നമ്മളിപ്പോൾ അപ്പോൾ നമുക്കൊരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മളൊന്നും ലോൺ എടുത്തിട്ട് വീടെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്. നമ്മൾ ആ 30% മതി നിങ്ങൾക്കൊരു വീടെടുക്കാനുള്ള പൈസ. പൈസയിൽ നിന്ന് വന്നോളും.
അതിൻ്റെ ആവശ്യങ്ങൾ ലോണോ കാര്യങ്ങളോ എടുക്കുക എല്ലാം അതിൽ നിന്ന് വന്നോളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നിസാർ ഭായ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അഡ്വൈസാണ്. ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും, പിന്നെ പുതിയ വരുന്ന ആൾക്കാർ, ഗൾഫിൽ നിന്ന് 4 പുതിയ വരുന്ന ആൾക്കാരും ഈ പ്ലാന് നിങ്ങൾ എടുക്കണം. ഈ 30% നിങ്ങൾക്ക് 1 ലക്ഷം അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 60,000 കിട്ടുമ്പോൾ അതിൻ്റെ 30% നിങ്ങൾ മാറ്റി വെച്ച് ബാക്കിയുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒന്നും ഒരു 5 പൈസ വരുമാനം പെട്ടെന്ന് ഒരു ദിവസം 60,000 റുപ്പീസ് കിട്ടുമ്പോൾ അത് നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്ത് കളയാൻ പാടില്ല. നിങ്ങൾ മൈൻഡ് സെറ്റ് 30% മാറ്റിയിട്ടില്ല സെറ്റ് ചെയ്യും. ആ 30 ഒരിക്കലും തൊടാൻ പാടില്ല. നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വന്നിരിക്കും, അതിന് ആരുടെ കാലും പിടിക്കേണ്ടിയില്ല. ആ പൈസ നിങ്ങളുടേതാണ്. നിങ്ങൾ ആവശ്യത്തിനാണ് ചിലവാക്കുക. നിങ്ങൾക്ക് അതിലുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ഐ തിങ്ക് നിസാർ ഭായ് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ വരാൻ പോകുന്ന എല്ലാ പുതിയ പ്രവാസികൾക്ക് ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ കേരളത്തിന് തന്നെ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രവാസികൾ ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പല ആൾക്കാരും ലാസ്റ്റ് ഒന്നുമില്ലാണ്ട് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ എത്തുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്കിപ്പോൾ ഉള്ള കേരളത്തിലെ പ്രശ്നത്തെ പറ്റിയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്, ലവ് യു ഗൈസ്. Dai, where are you going? ನಾನು ವೇದ ಪನಿಯಂ ವೇಚು Edini. ಚಿಕಸ್ ಎಚು ದುಬೈ ಪೋನ Edini. ಪನಿಯಂ ವೆಚ ವೀದ തിരിച്ചു വാഗനം എന്നാൽ എന്റെ എന്തിനാ പോനെ? ആ അത് ശരിയല്ലേ. ನಾನು ಪೋನಿಲ್ಲ. നിങ്ങൾ സബ്സ്ക്രൈബ്